മുണ്ടക്കൈയെ ദുരന്തഭൂമിയാക്കി ഉരുൾപൊട്ടൽ. എല്ലാം കവർന്ന ദുരന്തത്തിൽ ഒരു പ്രദേശം ഒന്നാകെ ഒലിച്ചുപോയപ്പോൾ മരണനിരക്ക് ഓരോ നിമിഷവും വർദ്ധിക്കുകയാണ്. വയനാട് വിലാപഭൂമിയായി മാറുമ്പോൾ കേരളം ഒന്നാകെ അതിന്റെ നടുക്കത്തിലാണ്. സംസ്ഥാന ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ ദുരന്തമായി ചൂരൽമലയും മുണ്ടക്കൈയും മാറുകയാണ്. വയനാട്ടിലാണ് ഉരുൾപൊട്ടിയതെങ്കിൽ കിലോമീറ്ററുകൾ അകലെ ചാലിയാർ പുഴയിലൂടെ മൃതദേഹ അവശിഷ്ടങ്ങളും ഒഴുകി വരുന്നതാണ് നിലമ്പൂർ പോത്തുകല്ല് നിവാസികൾ രാവിലെ കണ്ടത്. എത്ര മൃതദേഹങ്ങളാണ് ഇവിടെ ഒഴുകിയെത്തിയതെന്ന് ഔദ്യോഗികമായ കണക്കുകൾ വന്നിട്ടില്ല. കിലോമീറ്ററുകൾ ഒഴുകിയെത്തിയ മൃതദേഹങ്ങളിൽ പലതിനും അംഗഭംഗം സംഭവിച്ചവയുമായിരുന്നു. വയനാട് മേപ്പാടി മുണ്ടക്കൈയിലാണ് വെളുപ്പിന് 2 മണിയോടെ ഉരുൾപൊട്ടലുണ്ടായത്. പുലർച്ചെ കനത്ത മഴയ്ക്കിടെയാണ് ഉരുൾപൊട്ടിയത്. രക്ഷാപ്രവർത്തനം നടക്കുന്നതിനിടെ 4 മണിയോടെ വീണ്ടും ഉരുൾപൊട്ടി. ഇതുവരെ 114ഓളം മരണം സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഒലിച്ചു വന്ന 11ഓളം മൃതദേഹങ്ങൾ നിലമ്പൂർ ചാലിയാർ പുഴയിൽ നിന്നും കണ്ടെത്തി. മരണസംഖ്യ ഇനിയും ഉയരാനാണ് സാധ്യതയെന്ന് ജില്ലാ ഭരണകൂടം അറിയിച്ചു. ആകെ 250 പേർ കുടുങ്ങിക്കിടക്കുന്നതായാണ് സർക്കാർ പറയുന്നതെന്ന് സൈന്യം അറിയിച്ചു. കണ്ണൂരിലെ ഡിഫൻസ് സെക്യൂരിറ്റി കോർപ്സ് സെന്ററിൽ നിന്നാണ് 200 സൈനികരുള്ള ഇന്ത്യൻ ആർമിയുടെ 2 വിഭാഗങ്ങൾ രക്ഷാപ്രവർത്തനത്തിന് എത്തിയത്. മുണ്ടക്കൈ ഉരുൾപൊട്ടലിൽ 5 മണി വരെ സ്ഥിരീകരിച്ചത് 114 മരണം. മേപ്പാടി ഹെൽത്ത് സെന്ററിലുള്ള 62 പേരിൽ 42 പേരെ തിരിച്ചറിഞ്ഞു. വിംസ് ആശുപത്രിയിൽ 10 മൃതദേഹങ്ങൾ ഉണ്ടായിരുന്നു. 7 എണ്ണം മേപ്പാടിയിലേക്ക് മാറ്റി. ബത്തേരി താലൂക്ക് ആശുപത്രിയിൽ 1 നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ 41 മൃതദേഹങ്ങളുമാണുള്ളത്. ഇതിൽ 16 ശരീരഭാഗങ്ങളാണ്. അതേസമയം 120-ലേറെ പേർ ചികിത്സയിലുണ്ട്. വിംസ് ആശുപത്രിയിൽ മാത്രം 83 പേരും മേപ്പാടിയിൽ 27-ഉം കൽപ്പറ്റ GH 13 പേരുമാണ് ചികിത്സയിലുള്ളത്. ഇനിയും 98 പേരെ കാണാനില്ലെന്നാണ് വിവരം. ഇതുവരെ 20 മൃതദേഹങ്ങളുടെ പോസ്റ്റ്മോർട്ടം പൂർത്തിയാക്കിയതായും അധികൃതർ അറിയിച്ചു. കേരളത്തിൽ അതിശക്തമായ മഴ തുടരുകയാണ്. മഴ തുടരുന്ന പശ്ചാത്തലത്തിൽ സംസ്ഥാനത്തെ 4 ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി പ്രഖ്യാപിച്ചു. തൃശൂർ, കാസർഗോഡ്, പത്തനംതിട്ട, മലപ്പുറം ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കാണ് നാളെ അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത്. പ്രൊഫഷണൽ കോളേജുകൾക്കും അവധി ബാധകമായിരിക്കും. വയനാട് ജില്ലയിലെ 9 ഇടങ്ങളിൽ കഴിഞ്ഞ 24 മണിക്കൂറിനിടെ പെയ്തത് 300 മില്ലിമീറ്ററിലേറെ മഴ. മക്കിയാട്, ചെമ്പ്ര, സുഗന്ധഗിരി, ലക്കിടി, ബാണാസുര, കൺട്രോൾ ഷാഫ്റ്റ്, നിരവിൽപ്പുഴ, പുത്തുമല, പെരിയ, ഐനിക്കൽ, തേറ്റമല എന്നിവിടങ്ങളിലെ മഴമാപിനികളിലാണ് കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 300 മില്ലിമീറ്ററിന് മുകളിൽ മഴ രേഖപ്പെടുത്തിയത്. ഇതിൽ തോറ്റമലയിൽ മാത്രം 409 മില്ലിമീറ്റർ മഴയാണ് 24 മണിക്കൂറിനിടെ പെയ്തത്. കാലവർഷ ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ജൂലൈ 31 മുതൽ ഓഗസ്റ്റ് 2 വരെ PSC നടത്താൻ നിശ്ചയിച്ചിരുന്ന എല്ലാ പരീക്ഷകളും മാറ്റിവെച്ചു. പുതുക്കിയ തീയതി പിന്നീട് അറിയിക്കും. നേരത്തെ നിശ്ചയിച്ച അഭിമുഖങ്ങൾക്ക് മാറ്റമില്ല. ദുരന്തബാധിത പ്രദേശങ്ങളിൽ നിന്ന് അഭിമുഖത്തിൽ പങ്കെടുക്കാൻ പറ്റാത്തവർക്ക് മറ്റൊരവസരം നൽകുമെന്നും PSC അറിയിച്ചു. ദില്ലിയിൽ IAS കോച്ചിംഗ് സെന്ററിലുണ്ടായ ദുരന്തത്തിൽ കുറ്റക്കാർക്കെതിരെ കർശന നടപടി വേണമെന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള വിദ്യാർത്ഥികളുടെ സമരം ഇന്നും തുടർന്നു. മേഖലയിൽ മഴക്കാല മുന്നൊരുക്കം പൂർത്തിയാക്കേണ്ട ചുമതലയുള്ള ഉദ്യോഗസ്ഥർക്കെതിരെ അടക്കം നടപടി വേണമെന്നാണ് വിദ്യാർത്ഥികളുടെ ആവശ്യം. ഉദ്യോഗസ്ഥർ ആർക്കുമെതിരെ ഇതുവരെ നടപടി എടുത്തിട്ടില്ല. ഇന്ത്യയുടെ ശ്രീലങ്കൻ പരമ്പരയിലെ 3ാമത്തെയും അവസാനത്തെയും മത്സരം ഇന്ന്. 2 മത്സരങ്ങൾ വിജയിച്ചുകൊണ്ട് പരമ്പര ഇന്ത്യ നേരത്തെ തന്നെ സ്വന്തമാക്കിയിട്ടുണ്ട്. 3ാം മത്സരവും വിജയിച്ചുകൊണ്ട് പരമ്പര തൂത്തുവാരാനായിരിക്കും ലോക ചാമ്പ്യന്മാർ തയ്യാറായി എത്തുക. പാരീസിലെ ഒളിമ്പിക്സ് ഷൂട്ടിംഗ് റേഞ്ചിൽ നിന്ന് ഒരിക്കൽ കൂടി മെഡൽ കൊയ്ത് ഇന്ത്യ. 10 മീറ്റർ എയർ പിസ്റ്റൾ മിക്സ് ടീം ഇനത്തിൽ മനു ഭാക്കർ, സരബ്ജോത് സിംഗ് സഖ്യമാണ് ഇന്ത്യക്ക് പാരീസ് ഒളിമ്പിക്സിലെ 2ാമത്തെ മെഡൽ സമ്മാനിച്ചത്.